സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അമ്മ ഇനി അങ്ങ് സ്ത്രീപക്ഷമാകും എന്നുള്ള ചിന്തയില്ല. കാരണം അതിൻ്റെ ഒരു ഘടന അങ്ങനെയല്ല. മാത്രമല്ല അതങ്ങനെ ആകുമെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പേരെടുത്ത് പറയാം, ഇവിടെ ആസിഫ് അലി വന്ന് വോട്ട് ചെയ്തേനെ, പൃഥ്വിരാജ് വന്ന് വോട്ട് ചെയ്തേനെ, കുഞ്ചാക്കോ ബോബൻ വന്ന് വോട്ട് ചെയ്തേനെ. വേറൊന്നും കൊണ്ടല്ല, ആ ആക്രമണം ഉണ്ടായതിനു ശേഷം, നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം വിവിധ ഘട്ടങ്ങളിലായി തരക്കേടില്ലാത്ത നിലപാടെടുത്ത താരങ്ങളാണ് ഇവർ. അവരാരും വോട്ട് ചെയ്യാൻ ഇവിടെ വന്നിട്ടില്ല. അവർ മാത്രമല്ല വരാതിരിക്കുന്നത്, വലിയൊരു എണ്ണം ആളുകൾ വന്നില്ല. ധാരാളം ആളുകൾ, പകുതിയോളം ആളുകളിൽ 290 ആളുകൾ വന്നിട്ടില്ല, വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഇത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ സാധ്യമാവുന്നത്. മോഹൻലാൽ പിന്നീട് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുന്നു. അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മൾ ഈ ചരിത്രം ഒന്ന് ഓർത്തു പോകണമല്ലോ. 2017 ഒരു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കൊട്ടേഷൻ ബലാത്സംഗം ഇവിടെ സംഭവിക്കുന്നത്, ഒരു നടിയെ. ആ സംഭവം ഉണ്ടായതിനു ശേഷം അവർ ശക്തമായിട്ട് ഇതിനോട് പൊരുതാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഞാനങ്ങ് നിഷ്ക്രമിക്കുന്നു എന്നുള്ള മട്ടിൽ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്തത്, അതിനോട് പൊരുതുകയാണ്. പൊരുതുമ്പോൾ അവിടെ കൂടെ നിന്ന് എത്ര പേരുണ്ട്, നമ്മൾ പേരെടുത്ത് പറയേണ്ട എത്ര പേരുണ്ട്. മഞ്ജു വാര്യരും റിമ കല്ലിങ്കലും പാർവതിയും പോലെ, ഇതിങ്ങനെ ഞാൻ 1-2 പേരുകൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എത്ര പേരാണ് ആ ഒപ്പം നിന്ന് പോരാടാൻ വന്ന? ആരാ? വനിതകളാണ്. കാരണം സ്ത്രീകൾക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വരുന്നത്. അന്ന് വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നമ്മളിപ്പം മോഹൻലാലെന്നും മമ്മൂട്ടി എന്നൊക്കെ പറയുമെങ്കിലും അന്ന് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ദിലീപിൻ്റെ കയ്യിലാണ്. മലയാള സിനിമ തന്നെ ദിലീപിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് ഇവരെല്ലാം പൊരുതി പുറത്തു പോകുന്നത്. അന്ന് ഇവരൊക്കെ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ള